जीवन जो तुजागर है, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഗായിക, നമ്മുടെ സ്വന്തം ലതാ മങ്കേഷ്കർ, നമ്മുടെ ലതാജി ഓർമ്മയായിട്ട് ഇന്ന് 1 മാസം തീരുകയാണ്. നഫ്സെ വോയിസ്, സ്വരോക്കി റാണി എന്നീ വിശേഷണങ്ങൾ ഇല്ല എന്ന് ആര് പറഞ്ഞാൽ തന്നെയും ലതാ മങ്കേഷ്കർ, നമ്മുടെ ലതാജി സ്വരോക്കി റാണി മാത്രമായിരുന്നില്ല, സ്വരോക്കി മഹാറാണിയായിരുന്നു. എന്തൊരു മനോഹരമായ സ്വരമാതിരിയായിരുന്നു. ഇത്രയും നല്ല സ്വരമാതിരിയുള്ളൊരു ഗായിക ഈ ലോകത്തുണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. 50,000-ഓളം ഗാനങ്ങൾ, വിവിധ ഭാഷകളിലുള്ള 50,000-ഓളം ഗാനങ്ങൾ, അതും ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഭജൻ, ഫോക്ക്, റൊമാൻറ്റിക്, ഗസൽ, കവാലി, ദേശഭക്തി ഗാനം എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ച് മനോഹരമായ ആലാപനത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ ഇത്രയും വലിയൊരു ഗായിക ഈ ലോകത്ത് തന്നെ ഉണ്ടാകില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല. തനൂജ, നൂതൻ, നർഗീസ് ദത്ത്, ബീനാകുമാരി തുടങ്ങിയ ആദ്യകാല നായികന്മാർക്ക് വേണ്ടി അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ലതാ മങ്കേഷ്കർ ഈ തലമുറയിലുള്ള നായികന്മാർക്ക് വേണ്ടിയും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 7 പതിറ്റാണ്ടോളം തൻ്റെ സജീവ സാന്നിധ്യം ബോളിവുഡിൽ നിലനിർത്തിക്കൊണ്ട് യാത്ര പറഞ്ഞ ഗായികയാണ് ലതാജി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ഷോയിൽ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ നമ്മുടെ സംഗീത ലോകത്തെയും ചലച്ചിത്ര ലോകത്തെയും പലരും ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം പ്രിയ ഗായികയെക്കുറിച്ച് തങ്ങളുടെ സ്മരണങ്ങളിലൂടെ അയവിറക്കുന്നുണ്ട്. ലെറ്റ് സിംഗ് എന്ന എൻ്റെ സംഗീത കൂട്ടായ്മ ഈ ശുഭസുന്ദര സായം സന്ധ്യയിൽ നടത്തുന്ന ലതാ മങ്കേഷ്കർ സ്മരണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലതാജി അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ യാത്ര പറഞ്ഞു പോയെങ്കിലും ആ സുധിമധുരമായ ശബ്ദം ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാകും. പ്രണാം ലതാജി. ലതാജിയുടെ ഈ ആകസ്മിക വിയോഗം മലയാള ചലച്ചിത്ര മേഖലയിലെയും സംഗീത മേഖലയിലെയും നിരവധി പേരെ ദുഃഖത്തിലാഴ്ത്തി. ഒത്തിരി ആളുകൾ അവരുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ലതാജി സ്മരണകൾ അയവിറക്കി അവർക്ക് ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചു. പക്ഷെ എൻ്റെ മനസ്സിലാദ്യം ഓടിയെത്തിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായികയായ വാണിയമ്മയാണ്. ഞാൻ ആദ്യം വാണിയമ്മയെ വിളിച്ചു. വാണിയമ്മ ഒത്തിരി കാര്യങ്ങൾ, ലതാജിയുടെ സ്മരണകൾ അവരെന്നോട് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഈ ഷോയിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വാണിയമ്മയെ ക്ഷണിക്കുന്നു. വാണിയമ്മ ഇപ്പോൾ ലൈനിലുണ്ട്. വാണിയമ്മയ്ക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. This is Vani Jairam. I was talking to you. It was such a rude shock on the 6th of February this month. The whole music world
was shattered. It was not only a great loss to the world of Hindi film music, it was a huge loss to the entire world of music. As far as myself, I grew up admiring her. I grew up listening to her songs all the time from my childhood. And ever since I started listening to Hindi film songs, right from my school days, Binaka Geetmala, those days, Vivid Bharati. And she had been a role model for so many aspiring singers. And even centuries, you can't get an artist of her extraordinary caliber. And she's contributed immensely to the world of Hindi film music and made such a great impact not only in India but all over the world amongst music lovers. And it was such a huge loss personally for me because I had been to her residence to attend a playback singers meet in 1972, and I had attended one of her recordings also when she did a song for the film Prem Parbat, and I used to worship her as an artist of extraordinary caliber. You can't get an artist of her versatility and the purity in her voice is something, I mean, it's God-given. And it was a terrible loss, and I was totally upset. And I was shattered, actually. I really thought she would reach 100, and I was praying when I came to know that she was in Breach Candy Hospital. And I was praying so hard that she would come out of it this time, like last time too. 2 years ago she was there in that hospital. And this time also she would come through and she'll come home. And I don't know how to express. It's a great loss for all of us. തൻ്റെ 13ാമത്തെ വയസ്സിലാണ് ലതാജി സംഗീത ലോകത്തേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ തൻ്റെ 13ാമത്തെ വയസ്സിൽ ചെറുകഥ എഴുതി സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്ന സാഹിത്യകാരനും പത്രപ്രവർത്തകനും കവിയും ഗാനരചയിതാവും കഥാകാരനും തിരക്കഥാകൃത്തുമായ ആണ് നമ്മുടെ ജമാൽ കൊച്ചങ്ങാടി. റഫീനാമ എന്ന മുഹമ്മദ് റാഫിയെക്കുറിച്ചുള്ളൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിരുന്നു. അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ലതാ മങ്കേഷ്കറെക്കുറിച്ച്, നമ്മുടെ ലതാജിയെക്കുറിച്ച് അതിമനോഹരമായൊരു ഗ്രന്ഥം നമ്മുടെ മാതൃഭാഷയിൽ രചിക്കുകയുണ്ടായി. പ്രിയങ്കരനായ ജമാൽ ഖയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ ലതാജി സ്മരണകൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, ലേറ്റസ്റ്റ് സങ് എന്ന സംഗീത കൂട്ടായ്മയുടെ പ്രവർത്തകരെ, ഗായകരെ, ഗായികമാരെ എല്ലാവർക്കും എൻ്റെ ഹാർദവമായ അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി ലതാ മങ്കേഷ്കർ എന്ന ഇന്ത്യയുടെ വാനമ്പാടി അന്തരിച്ചപ്പോൾ ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ ഒരു യുഗം അസ്തമിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 8 പതിറ്റാണ്ടോളം ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്ന ഒരു ഗായികയാണ് ലതാ മങ്കേഷ്കറോടൊപ്പം മറഞ്ഞത്. പിന്നണി ഗായികമാരിൽ ആദ്യമായും അവസാനമായും ഭാരത രത്ന എന്നുള്ള ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി നേടിയിട്ടുള്ളത് ലതാ മങ്കേഷ്കർ അല്ലാതെ വേറാരുമാണ്. ഈ നസീർ ബാനു മുതൽ ഡിംപിൾ കപാഡിയെയും കാജോളും വരെയുള്ള എല്ലാ നായികമാർക്കും വേണ്ടിയും അവർ പാടിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ പല ആളുകളും ഇവരുടെ ഉച്ചാരണം ശരിയാവുമെന്ന് സംശയിച്ചു. മെഹബൂബ് ഖാൻ ബരി അന്നത്തെ വലിയ നിർമ്മാതാവായിരുന്നു മെഹബൂബ് ഖാൻ. മദർ ഇന്ത്യ തുടങ്ങിയുള്ള സിനിമകളുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് ബോധ്യപ്പെട്ടു ഏറ്റവും നല്ല സ്വരമാണ്, ഏത് സന്ദർഭത്തിനും യോജിച്ച സ്വരമാണ് എന്ന്
അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം മഹബൂബ് ഖാൻ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു അസുഖം വന്ന് കിടപ്പിലായി, ഹോസ്പിറ്റലിലായി. ആ സമയത്ത് സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് ലതാജി വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, മോളെ നീ ഒരു പാട്ട് പാടിയുണ്ട് ചോദി ചോദിയില്ല, ആ പാട്ട് ഒന്ന് എനിക്ക് പാടിത്തരാമെന്ന് വെച്ചു. അങ്ങനെ അത് പാടിക്കൊടുത്ത് രസിക്ക് ബലുമ എന്നുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു ഗാനമാണ്, മനോഹരമായ ഗാനമാണ്. അത് പാടിക്കൊടുത്തു. അത് ഒരാഴ്ചയോളം ബോംബെയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഫോണിൽ കൂടി പാടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹം നിഷേധിച്ച സ്വരമാണ്. അദ്ദേഹത്തിന് അത് പിന്നീട് കേട്ടാലും മതി വരില്ല എന്ന് പറഞ്ഞു. പല ആളുകൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ലതാ മങ്കേഷ്കർ സംഗീതവും ജീവിതവും എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയത് എന്നാണ്. അത് ഞാൻ അവരുടെ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം മുഹമ്മദ് റാഫി ആയാലും ലതാ മങ്കേഷ്കർ ആയാലും ഇന്ത്യൻ ഈ പിന്നണി ഗാന കലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രണ്ട് പ്രതിഭകളാണ്. അവരുടെ രണ്ടുപേരെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഏതായാലും നിങ്ങൾ ഇവിടെ ലെറ്റസ് സിംഗ് എന്നുള്ള കൂട്ടായ്മയിൽ ഇന്ന് ലതാജിയുടെ പല പാട്ടുകളും അവതരിപ്പിക്കും, പാടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിവിധ ഭാഷകളിലുള്ള 50,000-ഓളം ഗാനങ്ങൾ ആലപിച്ച് പ്രശസ്ത ഗായകനാണ് മനു ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുണ്ട്. മനു, പ്രിയങ്കരിയായ ഗായിക ലതാജിയെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പ്രിയ മനുവെ സ്വാഗതം ചെയ്യുന്നു. எல்லோருக்கும் வணக்கம். திஸ் இஸ் சிங்கர் மனு. ரஃபீக் சார் அண்ட் ஃப்ரெண்ட்ஸ் நடத்துகிற இந்த ட்ரிபியூட் அம்மா லதா மங்கேஷ்கர் அவர்கள் நம்மளை விட்டுட்டு கடவுள்கிட்ட சேர்ந்திருக்காங்க. பட் நம்மளுடைய கோஹினூர் டைமண்ட் இந்தியன் மியூசிக் சரஸ்வதி நமக்கு அவங்க இல்லைன்னாலும் அவங்க பாடல்கள் நம்ம கூட இருக்கும். இந்த முயற்சி செய்கிற அத்தனை பேருக்கும் என்னுடைய மனமார்ந்த நன்றி. அம்மா ஆன்மா சாந்தி அடைய நீங்கள் செய்கிற காரியம் வெற்றி பெற என்னுடைய வாழ்த்துக்கள். வணக்கம். ചലച്ചിത്ര ലോകത്തെ അതിപ്രശസ്തരായ സംഗീത സംവിധായകരാണ് ബേണി ഇഗ്നേഷ്യസ്. എത്രയോ ഹൃദയസ്പർശിയായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകരാണ് ബേണി ഇഗ്നേഷ്യസ്. ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ശ്രീ ബേണി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഈ ലതാജി സ്മരണയിലേക്ക് പ്രിയ ബേണിയെ സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന വിശ്വപൗരയായ നമ്മുടെ സ്വന്തം ലതാജി വാനമ്പാടി 8 പതിറ്റാണ്ടോളം ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന മഹാഗായിക, ഒരു മഹാ അത്ഭുതം തന്നെയാണ്. മറ്റു ഗായകർക്ക് ഒരു മാതൃകയും. ശ്രുതിലയം, ഉച്ചാരണ ശുദ്ധി, അവതരണ ശൈലി, ഭാവം, സ്വരമാധുരി, ഇങ്ങനെ ആലാപനത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളുടെയും അങ്ങേയറ്റമാണ് ലതാജി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഒരൊറ്റ ഇന്ത്യ ആയപ്പോൾ ലതാജിയുടെ ആലാപനത്തിന് അതിന് വലിയ പങ്കുണ്ടായിരുന്നു. അതുപോലെ ഭാരതീയ സംസ്കാരത്തെ ലോക സംസ്കാരത്തിന്റെ നെറുകയിൽ എത്തിച്ചതിലും ലതാജിക്ക് വലിയ പങ്കുണ്ട്. 1980 ഞങ്ങളുടെ ആദ്യ ഗാനം, ആലേഖനം ചെയ്ത ആദ്യ ഗാനത്തിന്റെ രാഗമായ ശിവരഞ്ജനി ലതാജിയുടെ കഹി ദീപ് ജലെ കഹി ദിൽ എന്ന ഗാനത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. കഹി ദീപ് ജലെ കഹി ദിൽ സരാ ദേഖ്നെ ആകാ പർവാനെ तेरी कौन सी है मंजिल कहीं भी जले कहीं दिल. നമസ്കാരം. മുംബൈ സംഗീതത്തിലെ പ്രിയ ഗായകനാണ് ശ്രീകാന്ത് നാരായൺ. മുഹമ്മദ് റാഫി സിംഗർ എന്നാണ് അദ്ദേഹം മുംബൈയിൽ അറിയപ്പെടുന്നത്. മുഹമ്മദ് റാഫിയോടൊപ്പം തന്നെ അദ്ദേഹം ലതാ മങ്കേഷ്കറിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. നിരവധി ഷോസിൽ
ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി ഷോസിൽ അദ്ദേഹം മുഹമ്മദ് റാഫിയുടെ സോളവും മുഹമ്മദ് റാഫി ലതാ മങ്കേഷ്കർ ഡ്യൂറ്റുകളും ആരംഭിച്ച് പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള ഗായകനാണ്. പ്രിയ ശ്രീകാന്ത് നാരായണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hi friends, this is Shrikant Narayan from Mumbai, and I am extremely thankful to Mr. Rafiq for making me a part of this most precious tribute to none other than the great Bharat Ratna of our India, Lata Mangeshkar ji. मैं क्या बोलूं लता मंगेशकर जी के बारे में, ये तो सूरज को दिया दिखाने वाली बात होगी. She was an institution in herself, and now we can say, as if we used to always say, before Jesus and after Jesus, and now it will be before Lata and after Lata. So that was the era what Lata ji and all the other legends lived on, and giving her a tribute, I would like to sing 2 lines of her song from the film Andaz, which was composed by none other than Naushad Sahab. उठाए जा उनके सितम और जिए जा, यूं ही मुस्कुराए जा, आंसू पिए जा. उठाए जा उनके सितम और जिए जा, यूं ही मुस्कुराए जा, आंसू पिए जा, उठाए जा उनके सितम. Thank you very much. നമുക്കിനി കുറച്ച് മനോഹരമായ ലതാജി ഗാനങ്ങൾ കേട്ടാലോ. സോളോ ഗാനങ്ങൾ കൂടാതെ മുഹമ്മദ് റഫി സാബിനോടും കിഷോർ കുമാർ ദായോടും മുകേഷ് ദായോടും മന്നഡ സാബിനോടും ഒപ്പം ധാരാളം ഡ്യൂറ്റുകളും ലതാജി ആലപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ലതാജിയുടെ സോളോ ഗാനങ്ങളോടാണ് എനിക്കേറെ പ്രിയം. എസ് സി ബർമൻ സാബിൻ്റെ ഈണത്തിൽ മജീർ സുൽത്താൻപുരി രചിച്ച് ജ്വൽത്തീഫ എന്ന സിനിമയിലെ ലതാജി ആലപിച്ച ഈ ഗാനം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ഇന്ന് ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് കൊച്ചിൻ കലാഭവൻ, CAC, ഏഞ്ചൽ വോയിസ് എന്നീ ഗാനമേള ട്രൂപ്പുകളിലൂടെ പ്രസിദ്ധയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പ്രമീള ദാസാണ്. വെൽക്കം പ്രമീള. रुला के गया सपना मेरा, रुला के गया सपना मेरा, बैठी हो कब हो सवेरा,
ബർമൻ സാബ് എന്ന സംഗീത ജീനിയസിനോട് ഒരു ചെറിയൊരു സൗന്ദര്യപ്പടക്കമുണ്ടായെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ മകൻ ആദി ബർമൻ എന്ന ട്രെൻഡ് സെറ്ററോട് വലിയ താല്പര്യമായിരുന്നു ലതാജിക്ക്. നിരവധി ഹിറ്റുകൾ ആദി ബർമൻ ലതാ മങ്കേഷ്കർ കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അമർ പ്രേം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ആദി ബർമൻ സാബിൻ്റെ ഈണത്തിൽ ലതാജി ആലപിച്ച അതിമനോഹരമായൊരു ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനം ഇന്നിവിടെ ആലപിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കൊച്ചിൻ കലാഭവൻ CSC എന്ന ഗാനമുള്ള ട്രൂപ്പുകളിലൂടെ പ്രശസ്തി ആർജിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ KP സുജാതയാണ്. വെൽക്കം സുജാത.
ചലച്ചിത്ര ലോകത്തെ വിസ്മയമായിരുന്നു റോഷൻ സാർ. അദ്ദേഹം എണ്ണത്തിൽ വളരെ കുറച്ച് ഗാനങ്ങൾ ചെയ്തിട്ടുള്ളൂവെങ്കിലും അദ്ദേഹം ഈണമിട്ട ഗാനങ്ങളെല്ലാം തന്നെ വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഒരു കവാലി ടച്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കെല്ലാം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കൂടുതൽ ആലപിച്ചിട്ടുള്ളത് ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റഫി സാർ തന്നെയാണ്. മമത എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ശ്രീ റോഷൻ സാബ് ഈണം നൽകി ലതാജി ആലപിച്ച് ഈ ഗാനം, ഇക്കാലത്തെ ഹിറ്റായ ഗാനം ഇവിടെ ആലപിക്കുന്നത് കേരളത്തിലും എന്നല്ല ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലെല്ലാം ലതാജിയുടെ ഗാനങ്ങൾ ആലപിച്ച് വളരെയേറെ പ്രശസ്തയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സരിത റഹ്മാനാണ്. വെൽക്കം സരിത.
സംഗീത ജീനിയസായ എസ് ടി ബർമൻ സാബ്. എസ് ടി ബർമൻ സാബ് ലതാജി കോമ്പിനേഷൻ അതിമനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പേയിങ് ഗസ്റ്റ് എന്ന ചലച്ചിത്രത്തിൽ എസ് ടി ബർമൻ സാർ ഈണം നൽകി മജ്ർ സുൽത്താൻപുരിയുടെ വരികൾക്ക് ലതാ മങ്കേഷ്കർ ആലപിച്ച് എക്കാലത്തെയും ക്ലാസിക് ഗാനങ്ങളിലൊന്നായ ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് യുവഗായികയെ അൽക്ക അസ്കറാണ്. വെൽക്കം അൽക്ക. चांद फिर निकला मगर तुम ना आए, जला फिर मेरा दिल, करूं क्या मैं आए. चांद फिर निकला मगर तुम ना आए, जला फिर मेरा दिल, करूं क्या मैं आए. चांद फिर निकला. ये रात कहती है वो दिन गए तेरे, ये जानता है दिल कि तुम नहीं मेरे. ये रात कहती है वो दिन गए तेरे, ये जानता है दिल कि तुम नहीं मेरे. खड़ी हूँ मैं फिर भी निगाहें बिछाए, मैं क्या करूँ हाय कि तुम याद आए. चांद फिर निकला मगर तुम ना आए, जला फिर मेरा दिल, करूँ क्या मैं आए. चांद फिर निकला. सुलगते सीने से दुआ सा उठता है, लो अब चले आओ कि दम घुटता है. सुलगते सीने से दुआ सा उठता है, लो अब चले आओ कि दम घुटता है. जला गए तन को बहारों के साए, मैं क्या करूँ हाय कि तुम याद आए. चांद फिर निकला मगर तुम ना आए, जला फिर मेरा दिल, करूँ क्या मैं आए. चांद फिर निकला. മാസ്മരിക സംഗീതം കൊണ്ട് ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് മദൻ മോഹൻ സാബ്. മദൻ മോഹൻ സാബ് ലതാജിയും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. മദൻ മോഹൻ സാബിൻ്റെ ഒട്ടുമിക്ക ഗാനങ്ങളും ലതാജിയും റഫി സാബും ചേർന്ന് ആലപിച്ചിട്ടുണ്ട്. പല സോളോ ഗാനങ്ങളും ലതാജി ആലപിച്ചിട്ടുണ്ട്. ഒരുപാട് ഗാനങ്ങൾ ഇവർ തമ്മിലുണ്ടായിട്ട് നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു ഇവർ തമ്മിൽ. മേരാ സായ എന്ന ചലച്ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സാർ കമ്പോസ് ചെയ്ത ഈ ഗാനം ടൈറ്റിൽ ഗാനമാണ്. ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയകരിയായ യുവഗായിക ഷിഫാന ഷാജിയാണ്. വെൽക്കം ഷിഫാന.
1953 റിലീസായ സിനിമയാണ് അനാർക്കലി. സി രാജേന്ദ്രയുടെ കമ്പോസിഷൻ, ഏറ്റവും മനോഹരമായ കമ്പോസിഷനുള്ള നിരവധി ഗാനങ്ങൾ ഈ സിനിമയിലുണ്ടായിട്ടുണ്ട്. ലതാജി ആലപിച്ച ഈ ഗാനം വളരെ പ്രശസ്തമായൊരു ഗാനം തന്നെയാണ്. ഇന്നിവിടെ മനോഹരമായി ഗാനം ആലപിക്കുന്നത് യുവഗായിക മെഹ്താബ് വസീമാണ്. വെൽക്കം മെഹ്താബ്. ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया। ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया। ये जिंदगी उसी की है। जो दिल यहाँ न मिल सके, मिलेंगे उस जहान में। जो दिल यहाँ न मिल सके, मिलेंगे उस जहान में। खिलेंगे हसरतों के फूल जाके आसमान में। ये जिंदगी चली गई, ये जिंदगी चली गई। जो प्यार में तो क्या हुआ, ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया। ये जिंदगी उसी की है। सुना रही है दास्तां शमा मेरे मज़ार की। सुना रही है दास्तां शमा मेरे मज़ार की। फिज़ा में भी खिली रही ये कली अनार की। इसे बाज़ार मत कहो, इसे मज़ार मत कहो। ये महल है प्यार का, ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया। ये जिंदगी उसी की है। जिंदगी की शाम आई, जिंदगी की शाम तुझे गले लगाऊं मैं। तुझे मैं डूब जाऊं मैं। जहां को भूल जाऊं मैं, बस एक नजर मेरे सनम। अलविदा 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 अलविदा। 1963
ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ന്യൂഡൽഹിയിൽ ആ ചടങ്ങിൽ വെച്ച് ലതാജി ആലപിച്ച ഒരു ദേശഭക്തി ഗാനമുണ്ട്. ഇന്ന് കേട്ടാലും നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ഗാനം. സി രാജേന്ദ്രയാണ് ഈ ഗാനത്തിൻ്റെ കമ്പോസർ. അതിമനോഹരമായ ഒരു ആലാപനമാണ് ആ ഗാനം. വളരെ നല്ലൊരു ഫീലാണ് ആ ഗാനം നൽകുന്നത്. ഇന്ന് ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് വളരെ കുഞ്ഞു ഗായകനായ യദുനന്ദനാണ്. വെൽക്കം യദു. ये मेरे वतन के लोगों, जरा आँख में भर लो पानी। जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। तुम भूल न जाओ उनको, इसलिए सुनो ये कहानी। जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। जब घायल हो
ആലപിച്ചിട്ടുള്ളത് ലതാ മങ്കേഷ്കറും മുഹമ്മദ് റഫി സാബും തന്നെ. ലതാജി റഫി സാബ് ഒരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ലതാജി ഏറ്റവും അധികം മത്സരിച്ചുകൊണ്ട് ഗാനങ്ങൾ പാടിയിരുന്നത് റഫി സാബിനോട് ഒപ്പം തന്നെയായിരുന്നു. ആപ് ആയ ബഹാറായി എന്ന സിനിമയ്ക്ക് വേണ്ടി ആനന്ദ് ബക്ഷി രചിച്ച് ലക്ഷ്മികാന്ത് പ്യാരലാൽ ഈണം നൽകി ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചോട്ടാ റഫി എന്നറിയപ്പെടുന്ന സൗരു കൃഷ്ണും അനുരാധയും ചേർന്നു. വെൽക്കം സൗരു ആൻഡ് അനുരാധ. दिल शाद था कि फूल खिलेंगे बहार में, मारा गया गरीब इसी एतबार में. मुझे तेरी मोहब्बत का सहारा मिल गया होता, मुझे तेरी मोहब्बत का सहारा मिल गया होता, अगर तूफान नहीं आता किनारा मिल गया होता. मुझे तेरी मोहब्बत का सहारा मिल गया होता, अगर तूफान नहीं आता किनारा मिल गया होता. मुझे तेरी मोहब्बत का सहारा मिल गया होता. न था मंजूर किस्मत को, न थी मर्जी बहारों की, नहीं तो इस गुलिस्तां में, नहीं तो इस गुलिस्तां में कमी थी क्या नजारों की. मेरी नजरों को भी कोई नजारा मिल गया होता, अगर तूफान नहीं आता किनारा मिल गया होता. मुझे तेरी मोहब्बत का सहारा मिल गया होता. खुशी से अपनी आँखों को मैं अश्कों से भिगो लेता, मेरे बदले तू हंस लेती, मेरे बदले तू हंस लेती, तेरे बदले मैं रो लेता. मुझे काश तेरा दर्द सारा मिल गया होता, अगर तूफान नहीं आता किनारा मिल गया होता.
का सहारा मिल गया होता। എന്ന വിശ്വകവിയും ആദി ബർമനും ഒത്തുചേർന്നപ്പോൾ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ടായി. ഗർ എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ഗുൽസാറിൻ്റെ കവിതയ്ക്ക് ആദി ബർമൻ ഈണം നൽകിയ ഹൃദയസ്പർശിയായ ഗാനം ഇവിടെ ആലപിക്കുന്നത് കൊച്ചിൻ കോറസ്, കൊച്ചിൻ കലാഭവൻ എന്നീ ട്രൂപ്പുകളിലൂടെ പ്രശസ്തനായ കൊച്ചിൻ വില്യംസും മ്യൂസിക്കിൽ PhD കരസ്ഥമാക്കിയ അപരാജിത ലഹരിയും ചേർന്നാണ്. വെൽക്കം വില്യംസ് ആൻഡ് അപരാജിത. भारत रत्न लता मंगेशकर एक ऐसी शख्सियत जिन्होंने हर रंग के, हर रूप के, हर ढंग के गीतों को अपनी मखमली आवाज के साथ सजाया, हर एक के दिल तक पहुंचाया। आज वो हमारे बीच नहीं है, पर उनकी आवाज की गूंज सदा के लिए रह जाएगी। बहुत कुछ सीखा है उनसे, दूर रहकर एकलव्य की तरह हर एक बारीकी को महसूस किया। मेरी ओर से विनम्र श्रद्धांजलि। जिया जाए ना, तेरे बिना जिया जाए ना, तेरे बिना जिया जाए ना, तेरे बिना जिया जाए ना, बिन तेरे तेरे बिन साजना, तेरे बिना जिया जाए ना, तेरे बिना जिया जाए ना, बिन तेरे तेरे बिन साजना, सांस में सांस आए ना, ओ तेरे बिना जिया जाए ना। जब भी ख्यालों में तू आए, मेरे बदन से खुशबू आए,
रेशमी रातें रोज न होंगी, ये सौगातें रोज न होंगी। रेशमी रातें रोज न होंगी, ये सौगातें रोज न होंगी। जिंदगी तुझ बिन रास न आए, रास आए ना। तेरे बिना जिया जाए ना, तेरे बिना जिया जाए ना। बिन तेरे तेरे बिन साजना, सांस में सांस आए ना। ओ, तेरे बिना जिया जाए ना। ശങ്കർ ജെ കിഷൻ സാബ്, സൂപ്പർഹിറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ധാരാളം ഗാനങ്ങൾ അവരുടേതായിട്ടുണ്ട്. ശങ്കർ ജെ കിഷൻ സാബിൻ്റെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് ലതാജിയും മുഹമ്മദ് റഫി സാബുമാണ്. ചോരി ചോരി എന്ന ചലച്ചിത്രത്തിൽ ലതാ മങ്കേഷ്കറും മന്നഡ സാബും ചേർന്ന് ആലപിച്ച അതിമനോഹരമായൊരു ഗാനമുണ്ട്. ഈ ഗാനം ഇന്നിവിടെ ആലപിക്കുന്നത് ചലച്ചിത്ര പിന്നണി ഗായകനായ പ്രദീപ് സോമസുന്ദരവും നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ KB സുജാതയും ചേർന്നാണ്. പ്രദീപ് സോമസുന്ദരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയായ മേരി ആവാസ് സുനോയിൽ പങ്കെടുത്ത് 1ാം സമ്മാന ജേതാവായി മാറി. അന്ന് ഈ മത്സരത്തിലെ വിധികർത്താക്കളായിരുന്നു ലതാജിയും മന്നഡ സാബും. പ്രിയ ഗായകരായ നമ്മുടെ പ്രദീപ് സോമസുന്ദരത്തിൻ്റെയും KB സുജാതയും ചേർന്നുള്ള ഈ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. വെൽക്കം പ്രദീപ് ജി ആൻഡ് സുജാത ജി. ये रात भीगी भीगी ये मस्त फिजाएं, उठा धीरे धीरे वो चांद प्यारा प्यारा। ये रात भीगी भीगी ये मस्त फिजाएं, उठा धीरे धीरे वो चांद प्यारा प्यारा। क्यों आग से लगा के गुमसुम है चांदनी, सोने भी नहीं देता मौसम का ये इशारा। इथलाती हवा नीलम सा गगन, कलियों पे ये बेहोशी की नमी। ऐसे में भी क्यों बेचैन है दिल, जीवन में न जाने क्या है कमी। क्यों आग से लगा के गुमसुम है चांदनी, सोने भी नहीं देता मौसम का ये इशारा। ये रात भीगी भीगी ये मस्त फिजाएं, उठा धीरे धीरे वो चांद प्यारा प्यारा। जो दिन के उजाले में ना मिला, दिल ढूंढे ऐसे सपने को। इस रात की जगमग में डूबी मैं ढूंढ रही हूँ अपने को। ये रात भीगी भीगी ये मस्त फिजाएं,
उठा धीरे धीरे वो चांद प्यारा प्यारा। क्यों आग से लगा के गुमसुम है चांदनी, सोने भी नहीं देता मौसम का ये इशारा। ऐसे में कहीं क्या कोई नहीं भूले से जो हमको याद करे। एक हल्की सी मुस्कान से जो सपनों का जहां आबाद करे। ये रात भीगी भीगी ये मस्त फिजाएं, उठा धीरे धीरे वो चांद प्यारा प्यारा। क्यों आग से लगा के गुमसुम है चांदनी, सोने भी नहीं देता मौसम का ये इशारा। ये रात भीगी भीगी ये मस्त फिजाएं, उठा धीरे धीरे वो चांद प्यारा प्यारा। ला 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 ला। ലതാജിയുടെ ആകസ്മിക വിയോഗം സംഗീത ലോകത്ത് ഒരുപാട് പേരെ ദുഃഖത്തിലാഴ്ത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ദുഃഖം അതല്ല. ഒരു ഗായകൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകാമായിരുന്ന ആ വിഷമമോർത്താണ് ഞാൻ ദുഃഖിക്കുന്നത്. കൊച്ചിൻ ആസാദ് അദ്ദേഹം ഒരു റഫി സിംഗറായിരുന്നു. എങ്കിൽ കൂടിയും അദ്ദേഹം റഫി സാഹിബിനോടൊപ്പം തന്നെ ലതാജിയും വളരെയധികം ആരാധിച്ചിരുന്നു. നിരവധി വേദികളിൽ, ഇന്ത്യയിലുടനീളം നടന്ന നിരവധി വേദികളിൽ അദ്ദേഹം റഫി സാഹിബിൻ്റെ സോളോയും അതോടൊപ്പം തന്നെ ലതാജിയുമായിട്ടുള്ള ഡ്യൂവറ്റ് ഗാനങ്ങളും റഫി സാഹിബിൻ്റെ ഗാനങ്ങളും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ശരിക്കും ആസാദ് വളരെയധികം മിസ് ചെയ്യുന്നു. ഇസത്ത് എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ലക്ഷ്മികാന്ത് പ്യാരേലാലിൻ്റെ അതിമനോഹരമായ കമ്പോസിഷനിലുള്ള ഈ ഗാനം ഇന്നിവിടെ ആലപിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കൊച്ചിൻ ആസാദാണ്. ഈ ഒരു വേളയിൽ ലതാജിയോടൊപ്പം തന്നെ ഞാൻ ആസാദിനും പ്രണാമം അർപ്പിക്കുന്നു. പ്രണാം ആസാദ്. जलता नहीं हम क्या करें, तुम ही कह दो अब जाने अदा हम क्या करें। किसी के दिल में बस के दिल को तड़पाना नहीं अच्छा, किसी
मोहब्बत कर तो ले लेकिन मोहब्बत राज आए भी, मोहब्बत कर तो ले लेकिन मोहब्बत राज आए भी, दिलों को बोझ लगते हैं कभी जुल्फों के साए भी, हजारों गम है इस दुनिया में अपने भी पराए भी, मोहब्बत ही का हम तन्हा नहीं हम क्या करें, तुम ही कह दो अब जाने अदा हम क्या करें। बुझा दो आग दिल की आग, इसे खुल कर हवा दे दो, बुझा दो आग दिल की आग, इसे खुल कर हवा दे दो। जो जिसका मोल दे पाए उसे अपनी वफा दे दो, तुम्हारे दिल में क्या है बस हमें इतना बता दे दो, कि अब तन्हा सफर कटता नहीं हम क्या करें। लुटे दिल में दिया जलता नहीं हम क्या करें। लगता नहीं हम क्या करें। പ്രിയങ്കരിയായ ഗായിക ലതാ മങ്കേഷ്കർ, നമ്മുടെ എല്ലാം ലതാജിയുടെ സ്മരണാർത്ഥം ഞങ്ങൾ ലെറ്റ് സിംഗ് എന്ന സംഗീത കൂട്ടായ്മ ഇന്നിവിടെ ഫേസ്ബുക്ക് ലൈവായി നടത്തിയ ഈ പ്രോഗ്രാം കണ്ട്, ഈ പ്രോഗ്രാം ആസ്വദിച്ച്, ഈ പ്രോഗ്രാം വിജയിപ്പിച്ച് എല്ലാ സുഹൃത്തുക്കളോടും മാന്യപ്രേക്ഷകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ ചലച്ചിത്ര മേഖലയിലെ ഗുരുസ്ഥാനികൾക്കും സുഹൃത്തുക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. मुझे तुमसे मोहब्बत है मगर मैं कह नहीं सकता, मुझे तुमसे मोहब्बत है मगर मैं कह नहीं सकता, मगर मैं क्या करूं बोले बिना भी रह नहीं सकता, मुझे तुमसे मोहब्बत है मगर मैं कह नहीं सकता। मेरे ख्वाबों की शहजादी जहाँ तुम मुस्कुराती हो, बहारे क्या फिजाओं में हजारों गुल खिलाती हो, तुम्हें जिसने भी देखा है
जुदाई सह नहीं सकता, मुझे तुमसे मोहब्बत है मगर मैं कह नहीं सकता। ज़माना लाख बादल बन के छा जाए निगाहों पर, मोहब्बत का उजाला फैलता जाए निगाहों पर, मोहब्बत चांद ऐसा है कभी जो कह नहीं सकता, मुझे तुमसे मोहब्बत है मगर मैं कह नहीं सकता।